പാം കണ്ടഞ്ചറി എസ്റ്റേറ്റിലെ കുറുന്തോട്ടി വിവാദത്തിൽ പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകൾ. INTUC പ്രതിഷേധ മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെ കുറ്റക്കാർക്ക് ഒത്താശ ചെയ്യുന്ന നിലപാടാണ് വനം വകുപ്പ് സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് BMS ഓയിൽ പാം എംപ്ലോയീസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ അഞ്ചൽ വനം റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ഏരൂർ സൂരിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കുറുന്തോട്ടി കച്ചവടം നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കാൻ വേണ്ടി വനം വകുപ്പ് കേസ് അന്വേഷിക്കാതെ പൂഴ്ത്തിവെച്ചു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഉദ്യോഗസ്ഥർക്ക് ഒത്താശ ചെയ്ത വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. ഓയിൽ പാമിൽ ഉന്നതരുടെ അറിവോടെയാണ് ലക്ഷങ്ങളുടെ കുറുന്തോട്ടി അനധികൃതമായി ശേഖരിച്ച് കച്ചവടം നടത്തിയത്. അതുകൊണ്ട് തന്നെ കൃത്യവും കാര്യക്ഷമമായുള്ള അന്വേഷണം വേണം. ഒപ്പം ശക്തമായ നടപടിയും സ്വീകരിക്കണമെന്ന് ഏരൂർ സൂരിൽ ആവശ്യപ്പെട്ടു. അപ്പോൾ അവിടെയുള്ളവരെ ഈ കള്ളത്തരം കാണിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളത്തരം കാണിച്ച ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടും നയവും തീരുമാനവും ഇവിടുത്തെ ഫോറസ്റ്റ് അധികാരികൾ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ തിരുത്താൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഭാരതീയ മസൂർ സംഘത്തിന്റെ BMSന്റെ ഓയിൽ പാം എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ വരും ദിനങ്ങളിൽ ശക്തമായ വിവിധ തരത്തിലുള്ള സമര പരിപാടികൾ, പ്രക്ഷോഭങ്ങൾക്ക് സംഘടന ആലോചിക്കേണ്ടി വരും. അതിന്റെ ഒരു ഒന്നാം ഘട്ട സമര പരിപാടിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഏകദേശം 1000-ഓളം വരുന്ന കുടുംബങ്ങൾ ജീവിക്കുന്ന, ജോലിയെടുക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഇന്ത്യയിൽ. അപ്പോൾ ഈ ഇന്ത്യയിലെ ഈ പൊതുമേഖലാ സ്ഥാപനമായ ഈ സ്ഥാപനത്തെക്കുറിച്ച് നിത്യേന ജീവികൾ നോക്കുമ്പോൾ, സോഷ്യൽ മീഡിയകൾ നോക്കുന്ന സമയത്ത് അഴിമതി കഥകളുടെ ഒരു പെരുങ്കൂമ്പാരം തന്നെ കാണുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിയമേന അഴിമതി കഥകൾ, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലെ അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു മാസങ്ങൾക്ക് മുന്നേ അവിടെ നിയമനവുമായി 14 പേരെ നിയമനവുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അവിടെ 14 ഇടതുപക്ഷത്തിന്റെ CPMന്റെയും CPIയുടെയും നേതാക്കന്മാരുടെ മക്കളെയും ഭാര്യമാരെയും നിയമിക്കുന്ന നടപടിയാണ് കേരളം കണ്ടത്. അതിനെ കേരളത്തിന്റെ സർക്കാർ അത് പൂർണ്ണമായി മരവിപ്പിച്ചതും നാം കണ്ടതാണ്. ജില്ലാ ട്രഷറർ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ കേസരി അനിൽ, സുനിൽ, ബിജു, സുരേഷ് മോഹൻ, ശ്രീകുമാർ, പ്രതീഷ്, രാധാകൃഷ്ണപിള്ള, ആലഞ്ചേരി ജയചന്ദ്രൻ, രാജു, രാജൻ എന്നിവർ പ്രസംഗിച്ചു. ഓയിൽ പാം കണ്ടഞ്ചറി എസ്റ്റേറ്റിൽ നിന്നും അനധികൃതമായി കുറുന്തോട്ടി ഉൾപ്പെടെയുള്ള അങ്ങാടി സസ്യങ്ങൾ അനധികൃതമായി ശേഖരിക്കുകയും ഇത് പുറത്തെത്തിച്ച് വിൽപ്പന നടത്തുകയും ചെയ്ത സംഭവത്തിൽ അധികൃതർ അന്വേഷണം ഉൾപ്പെടെ നടത്തുകയും സംഭവം രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം നാട്ടുവാർത്തയിലൂടെയാണ് പുറംലോകം അറിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് തൊഴിലാളി യൂണിയനുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.